ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ള മണ്ഡലമാണ് തൃപ്പൂണിത്തുറ. ആരായിരിക്കും തൃപ്പൂണിത്തുറയിലെ സ്ഥാനാർത്ഥി എന്നുള്ളൊരു സർപ്രൈസായി നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് സ്ഥാനാർത്ഥി കൂടി സർപ്രൈസായിട്ടൊരു മണ്ഡലം എത്തിയത്. തൃപ്പൂണിത്തുറയിൽ 2020 സ്ഥാനാർത്ഥി അഞ്ജലി നായരാണ് നമ്മളോടൊപ്പം ഉള്ളത്. എന്തായാലും അഭിനന്ദനങ്ങൾ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. എല്ലാവരും ഞെട്ടിച്ച് കളഞ്ഞു. സ്വയം ഞെട്ടലും ഉണ്ടായില്ലേ? ഞെട്ടലായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. പിന്നീട് എനിക്ക് ഉറപ്പായിരുന്നു എല്ലാവരും ഞെട്ടും എന്നുള്ളത്. കാരണം തൃപ്പൂണിത്തുറ എന്ന് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഞങ്ങളും ന്യൂസിൽ കേട്ടോണ്ടിരിക്കുകയാണ് തൃപ്പൂണിത്തുറയിൽ ആരായിരിക്കും എന്നൊക്കെ. അപ്പം ഞാനും വിചാരിച്ചു തൃപ്പൂണിത്തുറയിൽ ആരായിരിക്കും എന്ന് ഞങ്ങൾക്കും ഉണ്ടായിരുന്ന ഒരു ആശങ്ക. പക്ഷേ ഇന്നലെ രാത്രി അഞ്ജലിയാണ് തൃപ്പൂണിത്തുറയിൽ നിന്ന് സാബു സാർ പറഞ്ഞപ്പം ഒരു ഫീലിങ്സ് ഉണ്ടല്ലോ. അയ്യോ ഭയങ്കര സന്തോഷമുണ്ട്. എന്തായാലും ഇപ്പം നമ്മളോടൊപ്പം രണ്ടുപേരും എത്തിയിരിക്കുന്നത്. അഞ്ജലിയുണ്ട്, ഒപ്പം ഭർത്താവ് അജിത്തുണ്ട്. ഭാര്യയ്ക്ക് നല്ല കട്ട സപ്പോർട്ടായിട്ടാണ് ഇപ്പം അജിത്ത് നീക്കിയിരിക്കുന്നത്. രാഷ്ട്രീയത്തിൽ ഭാര്യ വിജയിക്കണമെങ്കിൽ അല്ലെങ്കിൽ ആരുടെ പിന്നിലും പങ്കാളി ഉണ്ടാവണം എന്നുള്ള പ്രധാനപ്പെട്ട. അപ്പോൾ പെട്ടെന്ന് ഈ ഒരു തീരുമാനം വന്നപ്പം എന്താണ് പെട്ടെന്ന് നമ്മൾ മനസ്സിൽ തോന്നിയത്? എനിക്ക് സന്തോഷം തന്നെയായിരുന്നു. കാരണം എനിക്ക് ഈ രാഷ്ട്രീയ ചിന്താഗതികളൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ അഞ്ജലി അത് നിൽക്കുമ്പോൾ അഞ്ജലി നല്ല രീതിയിൽ ചെയ്യും എന്നുള്ളത് വളരെ എനിക്ക് ഒരു ഉറപ്പുണ്ട്. കാരണം വെച്ചാൽ ഇതുവരേക്കും ഞാൻ കണ്ടടിച്ച് വെച്ച കാലം വരയ്ക്കും ഷീ ഈസ് വെരി ബ്രില്യൻ്റ്. അതിൻ്റെ നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ക്യാരക്ടറാണ്. തീർച്ചയായിട്ടും അത് എക്സ്പെഷ്യലി അവളുടെ ഒരു പൊസിഷനിൽ തൃപ്പൂണിത്തുറ വന്നപ്പോൾ അത് എന്നെക്കാളും നല്ല രീതിയിൽ ചെയ്യും എന്നുള്ളൊരു ആത്മവിശ്വാസമുണ്ട്. തീർച്ചയായിട്ടും സിനിമാ നടിയായിട്ട് നമ്മൾ അഞ്ജലിയെ ധാരാളം കണ്ടിട്ടുണ്ട്. സംരംഭം കൂടിയാണെന്ന് കുറച്ച് പേർക്ക് അറിയാം. അപ്പോൾ ഈ രാഷ്ട്രീയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പുള്ള നമ്മളുടെ ഈ ഇപ്പോൾ എന്തൊക്കെയാണ് പ്രധാനമായിട്ട് നമ്മളുടെ ഒരു പശ്ചാത്തലം എന്തായിരുന്നു? രാഷ്ട്രീയം എന്ന് പറയുന്നത് എനിക്ക് വളരെ ഒരു പുതിയതായിട്ട് കൈകാര്യം ചെയ്യാൻ പോകുന്നൊരു മേഖല തന്നെയാണ്. ഈ പറയുന്നത് പോലെ ചെറുപ്രായത്തിൽ എല്ലാവരുടെയും കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കുകയും അവർക്ക് വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും, അതായത് അങ്ങോട്ട് പോകുന്ന തലവേദന ഇങ്ങോട്ട് ക്ഷണിച്ച് ചെയ്യുന്ന ഒരാളാണ്, ഒന്നും തന്നെ തിരിച്ച് പ്രതീക്ഷിക്കാതെ. അപ്പോൾ അതുകൊണ്ട് ആണ് ഇതിൽ എനിക്ക് വന്നു ചേരാൻ കഴിഞ്ഞതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തൃപ്പൂണിത്തുറയിലെ നാട്ടുകാർക്ക് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹരിക്കാൻ വേണ്ടി എന്നെയാണ് നിയോഗിച്ചത് ദൈവം എന്ന് വിശ്വസിക്കുന്നു. അതാണ് എൻ്റെ പശ്ചാത്തലം. രാഷ്ട്രീയ വേദികൾ പറയും നാടറിയുന്ന സ്ഥാനാർത്ഥി. അതുപോലെ തൃപ്പൂണിത്തുറ നമ്മുടെ മനസ്സിലുണ്ട്. തൃപ്പൂണിത്തുറയിലെ ജനകീയ പ്രശ്നങ്ങൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിരുന്നു. ജനകീയമായ വിഷയങ്ങൾ പ്രത്യേകിച്ച് നമ്മുടെ സിനിമാ മേഖലയിൽ അമ്മയുടെ ഭാരവാഹിത്വത്തിലുണ്ട്. അപ്പം കുറേയൊക്കെ നമ്മുടെ സംഘടനാ പ്രവർത്തനത്തിൽ നമ്മുടെ മനസ്സിൽ സംഘടനാ പ്രവർത്തനമുണ്ട്. എന്നാൽ ഏതെങ്കിലും ഘട്ടത്തിൽ താനൊരു രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങുമെന്നൊരു ചിന്തയുണ്ടായിരുന്നു? ഒരിക്കലുമില്ല. കാരണം എൻ്റെ അച്ഛന് നല്ലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ചെറുതിലേ മുതൽ ഞാൻ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങൾ കാണുമ്പോഴും എന്നിങ്ങനെ തോളത്ത് തട്ടിയിട്ട് ഇവൾ രാഷ്ട്രീയത്തിലേക്ക് വരും, ഇവൾ അങ്ങനെയാവും ഇങ്ങനെയാവും എന്നൊക്കെ ഇങ്ങനെ എപ്പോഴും പറയുമായിരുന്നു. അപ്പോൾ ഇങ്ങനൊരു കോൾ എനിക്ക് വന്നപ്പോൾ തന്നെ എനിക്ക് അച്ഛൻ്റെ മുഖമാണ് മനസ്സിൽ ഓർമ്മ വന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു പവർ ഓഫ് മാനിഫെസ്റ്റേഷനാണ് എന്നെ ഇതിലേക്ക് എത്തിച്ചത് എന്നാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഞാൻ വിശ്വസിക്കുന്നത്. അതാണ്, അങ്ങനെ ആഗ്രഹിക്കാനാണ് എനിക്കിഷ്ടം. നമുക്കറിയാം കെ ബാബുവിനെ പോലുള്ള വളരെ തലമുതിർന്ന നേതാക്കളൊക്കെ ഉണ്ട് മണ്ഡലമാണ്. പ്രത്യേകിച്ച് നേരത്തെയുള്ള സമയത്തൊക്കെ തൃപ്പൂണിത്തുറയുടെ രാഷ്ട്രീയമായിട്ട് ഒരുപാട് ശ്രദ്ധിച്ചിട്ടുണ്ട്. സ്വരാജൊക്കെ മത്സരിച്ച സമയമൊക്കെ ഉണ്ടല്ലോ. തൃപ്പൂണിത്തുറയുടെ പൊളിറ്റിക്സിനെ എങ്ങനെ കാണുന്നത്? പ്രത്യേകിച്ച് അവിടെ ബി ജെ പിക്ക് വലിയ സാധ്യത കാണുന്നത്. അപ്പം ബി ജെ പിയെ സംബന്ധിച്ചുള്ള ഒരു വലിയ ഉത്തരവാദിത്തം ഇപ്പോൾ അഞ്ജലി ഏൽപ്പിച്ചിരിക്കുകയാണ്. ആ ഉത്തരവാദിത്തം എങ്ങനെയാണ് സ്വീകരിക്കുന്നത്? ഞാൻ ഒന്നും ഇപ്പോൾ ഒരു ത്രാസിൽ അളക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. എനിക്ക് തന്നൊരു ദൗത്യം, അതിൻ്റെ ഒരു സീരിയസ്നെസ്, ആ ഒരു എത്ര വലിയൊരു ഉത്തരവാദിത്തമാണ് തന്നതെന്ന് ഞാൻ ശരിക്കും മനസ്സിലാക്കുന്ന നിമിഷങ്ങളാണ് ഇപ്പോൾ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നെക്കൊണ്ട് കഴിയും വിധത്തിൽ എന്തെല്ലാം, അല്ലെങ്കിൽ ഞങ്ങളുടെ പാർട്ടിക്ക് കഴിയുന്ന വിധത്തിൽ എന്തെല്ലാം ചെയ്യാൻ സാധിക്കുമോ അത്തരം കാര്യങ്ങൾ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും അറിയാം, ആ ദിവസങ്ങൾക്കുള്ളിൽ ഞങ്ങൾക്ക് എത്ര ദൂരം ഓടിയെത്താൻ പറ്റുമോ അത്രയും ദൂരം ഓടിയെത്തും. ബാക്കിയെല്ലാം ദൈവനിശ്ചയമായിട്ട് വരട്ടെ എന്ന് ഞാൻ കാത്തിരിക്കുകയാണ്. ബി ജെ പി അല്ലെങ്കിൽ എൻ ഡി എ മുന്നോട്ട് വെക്കുന്നത് മോദി സർക്കാരിൻ്റെ വികസന നയങ്ങളാണ്. എത്രത്തോളം കരുത്തുറ്റൊരു പ്രധാനമന്ത്രിയായിട്ടാണ് അദ്ദേഹത്തെ അടയാളപ്പെടുത്തുന്നത്? വാക്കുകൾ കൊണ്ട് വിശേഷിപ്പിക്കാൻ കഴിയുന്നതല്ല അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ മോദിജിയുടെ ഓരോരോ കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ വികസന പദ്ധതികളും എല്ലാം എൻ്റെ തൃപ്പൂണിത്തുറയ്ക്കും കൂടെ വന്ന് ഭവിക്കട്ടെ, അവർക്കും കൂടെ അതിൻ്റെ ഒരു ഫലം കിട്ടട്ടെ എന്ന് മാത്രം ഞാൻ മാനിഫെസ്റ്റ് ചെയ്യുന്നു, ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. വേറെ കാര്യം കൂടി, ഇപ്പോൾ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തം കുറേ കൂടെ ശ്രദ്ധിക്കേണ്ട കാര്യം, 2 പെൺകുട്ടികളാണെന്നല്ലേ. അപ്പോൾ എത്രത്തോളം ഈ ആ ഒരു കാര്യത്തെക്കുറിച്ചൊക്കെ എങ്ങനെയാണ് ഷെയറിങ് എങ്ങനെയാണ്? ഞങ്ങൾ കൂടെ അഞ്ജലിയുടെ അമ്മയും കൂടെ ഉണ്ട്. അപ്പോൾ കുട്ടികളെ മാക്സിമം ഞങ്ങൾ രണ്ടുപേരും മീറ്റിങ്ങിലും കാര്യങ്ങളും ഞങ്ങൾ ബിസിനസ്സിൽ ഇടപെടുന്ന തമ്മിൽ അമ്മയാണ് കൂടുതലായിട്ടും നോക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനില്ല, അത് നോക്കിക്കോളും. അതെ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് വെച്ച് കൊടുക്കണം. അതെ അതാണ് അതിന് വലിയൊരു ടെൻഷനില്ല. പിന്നെ പിള്ളേർക്ക് പ്ലാനിങ് തുടങ്ങി, അതാണ് വീട്ടിലെ പ്ലാൻ. ഇനിയിപ്പോൾ എന്തായാലും വീട്ടിലൊരു എക്സ്ട്രാ ഒരാളെ നമുക്ക് കുട്ടികളെ നോക്കാനും അമ്മയ്ക്ക് ഒരു ഹെൽപ്പിനൊക്കെ വെച്ച് കൊടുക്കണം. എന്നിട്ട് വേണം എനിക്ക് എൻ്റെ തൃപ്പൂണിത്തുറയിലേക്ക് ഓടിച്ചെത്താൻ. നാളത്തോട് പര്യടനത്തിലേക്ക് ഇറങ്ങുകയാണല്ലേ? പിന്നെ തീർച്ചയായിട്ടും തൃപ്പൂണിത്തുറയ്ക്ക് വേണ്ടിയിട്ട് ഒരു പുതിയ സ്ഥാനാർത്ഥി എത്തിയിരിക്കുന്നു. പരിചിതമായ മുഖമാണ്, പല രീതിയിലും കണ്ടിട്ടുണ്ട്. എന്തായാലും എല്ലാവിധ വിജയാശംസകളും ഈ ഘട്ടത്തിൽ നേരുകയാണ്.